വ്യത്യസ്തമായ ആശയഗതികളുള്ള ഒരു സിനിമ ഇന്നലെ കാണാനിടയായി. ഫെമിനിച്ചി ഫാത്തിമ. സ്ത്രീകൾ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ശരി, പുരുഷൻ്റെ ഇംഗിതത്തിനും ആഗ്രഹങ്ങൾക്കും വഴങ്ങി ജീവിക്കുന്ന സ്ത്രീകൾ. ശരിക്കും മതപരമായ ചില ചട്ടക്കൂടുകളും അതിനനുഗുണമായിട്ട് തീരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ സ്ത്രീകളെ സഹായിക്കുന്ന തരത്തിൽ ഉള്ളതല്ല. എന്നാൽ ജീവിതം കുറേശ്ശെ കാലാനുസൃതമായി മാറ്റിയെടുക്കാൻ സ്ത്രീകൾ നിർബന്ധിതരാകുന്നതിൻ്റെ ചില സൂചനകൾ ഈ ഫെമിനിച്ചി ഫാത്തിമയിൽ വളരെ ഹാസ്യാത്മകമായിട്ട് ലളിതമായിട്ട് പ്രേക്ഷകരിൽ എത്തിക്കാൻ ഇതിൻ്റെ സംവിധായകനായ ഫൈസൽ മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ കുടുംബത്തിലെ, ഒരു മുസ്ലിം കുടുംബത്തിലെ കുടുംബിനിയായി എത്തുന്ന ഫാത്തിമ വീട്ടിലെ ജോലികളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുകയും ഭർത്താവിനെ കൃത്യമായി കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. പക്ഷേ ഭർത്താവിൻ്റെ നിബന്ധനകൾ കൃത്യതയോടുകൂടി അനുസരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചില അസഹിഷ്ണുത അവൾ പ്രകടമാക്കുന്നില്ല ഈ സിനിമയുടെ തുടക്കത്തിൽ. പക്ഷേ കാലാന്തരത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടാകുന്നു. അന്ധവിശ്വാസങ്ങൾ കാരണം പല അന്ധവിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കപ്പെടുന്നു. സ്ത്രീകളെ സംബന്ധിച്ച് അവരിങ്ങനെ ആയിരിക്കണം എന്ന് അവരുടെ ഭർത്താവും അതുപോലെ തന്നെ ഉസ്താദുമായ അഷറഫ് തീരുമാനിക്കുകയാണ്. അഷറഫിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടാവൂ എന്ന് പിടിവാശിയുള്ള ഒരു ഭർത്താവാണ് അദ്ദേഹം. മതപരമായ ഒരു തൊഴിൽ അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ആ തൊഴിലിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുമ്പോഴും ഭാര്യ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ സന്നദ്ധത കാണിക്കേണ്ടവളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ഭർത്താവാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് എടുത്തു കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ ഷാൾ എടുത്തു കൊടുക്കണം, അദ്ദേഹം മുകളിലേക്ക് കൈ ഉയർത്തി കാണിക്കുമ്പോൾ ഫാൻ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളെല്ലാം, സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ഒരു ഭാര്യ ചെയ്തു കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന അഷറഫിന് കാലക്രമേണ ഈ തീരുമാനങ്ങളിൽ നിന്നൊക്കെ സ്വയം പിന്തിരിയാൻ ഫാത്തിമ തയ്യാറായപ്പോൾ അവർ ഫെമിനിച്ചി എന്നുള്ള ഒരു പേര് ഭർത്താവ് തന്നെ ഇട്ടുകൊടുത്തതാണ്. നീ ഫെമിനിച്ചി ആയപ്പോൾ നിനക്ക് സ്വഭാവത്തിലും അതുപോലെ തന്നെ പെരുമാറ്റ രീതികളിലും ഒക്കെ ഒരുപാട് വ്യത്യാസം വന്നു എന്ന് പറയുന്നുണ്ട്. നീ ഫെമിനിച്ചി ആണോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഫാത്തിമ ധൈര്യപൂർവ്വം അതെ എന്ന് പറയുകയാണ് ഈ സിനിമയുടെ അവസാന ഘട്ടമാവുമ്പോൾ. അപ്പോഴേക്കും അവരുടെ അവർക്ക് ആവശ്യത്തിനുള്ള തൊഴിൽപരമായ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പറ്റുന്ന തരത്തിൽ അടുത്ത വീടുകളിൽ പാചകം ചെയ്യാനും ഒക്കെ പോയി കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് നടുവേദനയുള്ള ഫാത്തിമയ്ക്ക് കിടക്കാൻ ഒരു നല്ല കിടക്കയില്ല. അപ്പോൾ ആ കിടക്ക വാങ്ങിച്ചു തരാൻ ഭർത്താവിനോട് പല തവണ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള താല്പര്യവുമില്ല. അപ്പോൾ സ്വയം ജോലി ചെയ്ത് പണം സമ്പാദിച്ചൊരു കിടക്ക വാങ്ങിച്ചു കഴിയുമ്പോൾ അവളുടെ അന്തസ്സ് അവൾക്ക് സ്വയം ബോധ്യപ്പെടുകയാണ്. സ്വയം ആർജിച്ച പണം കൊണ്ട് ഒരു മെത്ത വാങ്ങിച്ച് അതിൽ കിടക്കുമ്പോൾ അവൾ വളരെ സമാധാനത്തോടുകൂടി അതിൽ കിടന്ന് ദീർഘനിശ്വാസം വിടുമ്പോൾ ശരിക്കും ഒരു അഭിമാനിയായ സ്ത്രീയുടെ മാനസികാവസ്ഥ ശരിക്കും ഫാത്തിമ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർത്തും ഇത്തരത്തിൽ ഉള്ള ഒരു പ്രമേയം വളരെ ഹാസ്യാത്മകമായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്ന തരത്തിലും അത് ആവിഷ്കരിക്കുവാൻ ഇതിൻ്റെ സംവിധായകന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ മഹത്വം. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മത്സര ഇനത്തിൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളിൽ വളരെ ശ്രദ്ധേയമായി പരിഗണിക്കുന്ന ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളത്. തീർച്ചയായിട്ടും ആ സിനിമ കണ്ട എല്ലാ ആളുകളും വളരെ നല്ല അഭിപ്രായം പറയുകയും അതുപോലെ ആസ്വദിക്കുകയും ചെയ്തു.